നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിൽ വ്യാപക സംഘർഷമാണ്. തിരുവനന്തപുരം കണിയാപുരത്ത് ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞതോടെ എൻട്രൻസ് പരീക്ഷ എഴുതാനായി എത്തിയ വിദ്യാർത്ഥികളടക്കമുള്ളവർ പെരുവഴിയിലായിരിക്കുന്നു. ആറ്റിങ്ങലും നെടുമങ്ങാടും കാട്ടാക്കടയിലും KSRTC ബസ് അടക്കം എല്ലാ വാഹനങ്ങളും സമരക്കാർ തടയുകയാണ്. RCCയിലേക്ക് പോയ രോഗികളെ അടക്കമാണ് റോഡിൽ കുടുങ്ങിയത്. കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലും പ്രതിഷേധമുണ്ട്. കണ്ണൂരിൽ വ്യാപാര സ്ഥാപനങ്ങളും കേരള ബാങ്കും പ്രതിഷേധക്കാർ അടപ്പിച്ചു. കോട്ടയത്ത് ലുലു മാൾ അടപ്പിക്കാനും ശ്രമമുണ്ടായി. പത്തനംതിട്ട അടൂരിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞ് പ്രകടനം നടത്തി. അഷിൻ ഡിയാഗോ, അഖിൽ കെ, പ്രവീൺ പുരുഷോത്തമൻ, അഭിജിത്ത് മുഴക്കുന്ന്, രാഹുൽ സുരേഷ് എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം കോട്ടയത്തെ വിവരങ്ങളുമായി അഖിൽ കെ ഉണ്ട്. അഖിൽ, ഇത് ഷോപ്പിംഗ് മാൾ അടപ്പിക്കാനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റിയോട് അത് അടപ്പിക്കണമെന്ന് പറയുകയാണ്. അഖിൽ, കോട്ടയത്ത് എല്ലായിടത്തും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വിഷയം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ഉയർത്തിയിരിക്കുന്ന വിഷയം പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ രോഗികളും വിദ്യാർത്ഥികളും അടക്കം വഴിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ കാഴ്ച എന്താണ്? കോട്ടയത്ത് ജില്ലയിൽ ആകമാനം ഇത്തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഹർത്താൽ പൂർണ്ണമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കോട്ടയത്തെ ലുലുമാളിലേക്ക് അടക്കം പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ലുലുമാളിന് മുൻപിൽ നിന്നുകൊണ്ട് ആരെയും ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം തന്നെ അതിന് നേരെ മുൻവശത്തുള്ള ടൊയോട്ടയുടെ ഷോറൂമുണ്ട്. അങ്ങനെയുള്ള വാഹന ഷോറൂമുകളിലേക്കും അവിടെ പ്രവർത്തകരുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറിപ്പോയി അവർ ആ കാര്യം, അതായത് ഇത് അടച്ചിടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി ഇപ്പോൾ ചില നേതാക്കൾ ഉള്ളിലേക്ക് കയറി പോവുകയാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ തരത്തിലും ഒരു തരത്തിലുള്ള സ്ഥാപനങ്ങളും പ്രതിഷേധം ശക്തമാണ്. എന്താണ് അവിടെ കാണുന്നത്? എല്ലാവരും സഹകരിക്കുന്നുണ്ടോ? ഇവർക്ക് മറ്റെന്താ സാറേ പ്രത്യേകത? അന്ന് ഞങ്ങൾ കൊന്നോട്ടെന്ന സ്മൃതി, പത്തനംതിട്ടയിൽ ഇപ്പോൾ അടൂർ നഗരത്തിൽ ഇപ്പോൾ സമരാനുകൂലികൾ ഇപ്പോൾ വിവിധ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അടൂരിലെ SBI ബ്രാഞ്ചിന് മുന്നിലാണ്. SBI ശാഖ അത് പ്രവർത്തിപ്പിക്കരുത് എന്നാണ് സമരക്കാരുടെ ആവശ്യം. നിങ്ങൾ ബാങ്ക് അധികൃതമായി സംസാരിച്ചോ? അധികൃതമായിട്ട് ഓഫീസിൽ ബാങ്ക് മാനേജരോട് സംസാരിച്ചു. ഞങ്ങൾ മാന്യമായിട്ട് സംസാരിച്ചു. ഒന്ന് സഹകരിക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ആകെ വയലൻ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സഹോദരിയാണ് കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഞങ്ങൾ ബഹുമനസ്ഥിതി സമയം സഹകരിക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ പറയുന്നത് സാർ, ഞങ്ങളുടെ അവകാശം തന്നില്ല, നിങ്ങൾ കൊന്നൊടുക്കിക്കോ, ഞങ്ങളെ വെടിവെച്ച് കൊന്നോ, ഞങ്ങളെ അറസ്റ്റ് ചെയ്തോ, ഞങ്ങളെ ലാത്തി ചാർജ് ചെയ്തോ. പക്ഷേ എങ്കിലും ഞങ്ങൾ പിന്നോട്ടില്ല, ഇനി അങ്ങോട്ട് പിന്നോട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങൾ രാഷ്ട്രീയ അതീതമായിട്ടാണ് ജനങ്ങൾ സംഘടിച്ചത്. ബാങ്ക് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. സാറേ, ബാങ്ക് പ്രവർത്തിപ്പിക്കത്തില്ല. ഈ ബാങ്കിൽ മാത്രം എന്താ സാറേ പ്രത്യേകത? ബാക്കിയുള്ളവരെല്ലാം ബാങ്കുകളല്ലേ, ബാക്കിയുള്ള സ്ഥാപനങ്ങളല്ലേ? ഞങ്ങൾക്കറിയാം നഷ്ടം. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം അടച്ചിട്ടിട്ടാണ് വന്നത് അല്ലേ? അപ്പൊ പിന്നെ ഇവർക്ക് മാത്രം എന്താ പ്രത്യേകത? ഇത് കേരളമല്ലേ? ഇത് കേരള ഹർത്താലാണ് സാർ. ഇത് കേരളമല്ലേ? ഞങ്ങൾ ചോദിക്കുന്നതാണ്, കേരളമല്ലേ? ഞങ്ങൾ പറഞ്ഞില്ല സാർ, അടയ്ക്ക. ഇപ്പോൾ ഏതായാലും അടൂരിലെ SBI ബ്രാഞ്ചിന് മുന്നിലാണ് ഇപ്പോൾ ഈ സമരക്കാർ സമരവുമായി എത്തിയത്. അവർ ബാങ്ക് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അടൂരിൽ KSRTC ബസ്സുകൾ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമരാനുകൂലികൾ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഈ പ്രവർത്തകരെ, സമരാനുകൂലികളെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി. ഇപ്പോൾ അടൂർ ടൗണിൽ ഇപ്പോൾ ഈ സമരക്കാർ പ്രകടനം നടത്തുകയാണ്. കടകമ്പോളങ്ങൾ അത് അടൂർ നഗരത്തിൽ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. പത്തനംതിട്ട നഗരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്, KSRTC സർവീസ് നടത്തുന്നുണ്ട്. തിരുവല്ലയിലും സമരാനുകൂലികൾ, ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അവിടെയും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. KSRTC ഇപ്പോൾ സർവീസുകൾ നടത്തുന്നുണ്ട്. അടൂർ നഗരത്തിൽ രാവിലെ KSRTC ബസ്സുകൾ തടഞ്ഞു. MC റോഡാണ് പ്രധാനപ്പെട്ട പാത കൂടിയാണ്. അവിടെ ആ റോഡിൽ കൂടി സർവീസ് നടത്തിയിരുന്ന KSRTC ബസ്സുകൾ പൂർണ്ണമായും സമരാനുകൂലികൾ തടഞ്ഞു. സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ട്. ഞാൻ ഇടുക്കിയിലേക്ക് പോകുന്നു. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇടുക്കിയിലും വലിയ പ്രതിഷേധമാണോ നടക്കുന്നത്? അവിടെയും വാഹനങ്ങൾ തടയുകയും ബസ്സുകൾ തടയുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? സ്മൃതി, ഇടുക്കിയിലും ഹർത്താൽ പൂർണ്ണമാണ്. ഇപ്പോൾ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഡസ് അടക്കമുള്ള ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. അത് അടപ്പിക്കുകയാണ് ഹർത്താൽ അനുകൂലികൾ. കട്ടപ്പനയിലാണ് നമ്മളുള്ളത്. കട്ടപ്പനയിലെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ചോളമണ്ഡലം എന്ന ധനകാര്യ സ്ഥാപനം പൂട്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഹർത്താൽ അനുകൂലികൾ ഉള്ളത്. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുമ്പോഴും ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ
തുറന്നു പ്രവർത്തിക്കുന്നു. എന്താണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ അടയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നു. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ മാത്രമല്ല എല്ലാ ബാങ്കുകളും അടയ്ക്കണമെന്നുള്ള പ്രതിഷേധം ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ടു. ഇതിപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള കാഴ്ചയാണ്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലേക്കാണ് എത്തിയത്. ഓരോ സ്ഥാപനങ്ങളും പറഞ്ഞോളൂ സ്മൃതി. ഓരോ സ്ഥാപനങ്ങളും പൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. പൂർണ്ണമായും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. കട്ടപ്പനയിലാണെങ്കിലും തൊടുപുഴയിലാണെങ്കിലും അടിമാലിയിലാണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുള്ള ദൃശ്യങ്ങളിലേക്ക് നോക്കാം. സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ കടകമ്പോളങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല. ചുരുക്കം KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുകയും ചെയ്യുന്നത്. അടിമാലിയിൽ മാത്രമാണ് ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും ഹർത്താൽ പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇപ്പോൾ ടൂറിസം സീസൺ കൂടിയാണ്. കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അവരെയും കാര്യമായി തന്നെ ഈ ഹർത്താൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഹോട്ടൽ ഉൾപ്പെടെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എന്തായാലും സംഘർഷം ഉണ്ടാകുന്നുണ്ട്. ഈ ഹർത്താൽ ഒരു വലിയ പ്രതിഷേധ സമരമായി തന്നെ സംസ്ഥാന വ്യാപകമായി നീങ്ങിയിരിക്കുകയാണ്. അഷീൻ ഡിയാഗോ തലസ്ഥാനത്തു നിന്നും. അഷീൻ, ഇപ്പോൾ തലസ്ഥാനത്തു നിന്നും വാഹനങ്ങളുടെ ഒരു നീണ്ട നിര, വലിയ ഗതാഗത കുരുക്കിന്റെ ദൃശ്യങ്ങൾ നേരത്തെ ദൃശ്യമായിരുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം? പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികൾ പാതി വഴിയിൽ പെട്ടിട്ടുണ്ട്. 9 മണിക്ക് പരീക്ഷാ ഹാളിൽ എത്തേണ്ട വിദ്യാർത്ഥികളായിരുന്നു. അതോടൊപ്പം തന്നെ രോഗികളെ തടയുന്ന സംഭവം ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്താണ് തലസ്ഥാനത്തെ കാഴ്ച അഷീൻ? സ്മൃതി, ദേശീയപാത ഏതാണ്ട് 3 മണിക്കൂറിലധികമാണ് ഇവിടെ സ്തംഭിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഈ കണിയാപുരം മുതൽ പള്ളിപ്പുറം വരെ വലിയ ഗതാഗത കുരുക്കാണ് നേരത്തെ അനുഭവപ്പെട്ടിരുന്നത്. മണിക്കൂറുകൾ ഏതാണ്ട് 3-3.25 മണിക്കൂർ വരെ വാഹനങ്ങൾ സ്തംഭിച്ചു കിടന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ്. പള്ളിപ്പുറത്താണ് ഈ സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്നത്. രാവിലെ 7 മണി മുതൽ ഏതാണ്ട് 10 മണി വരെ വാഹനങ്ങൾ, ഒരു വാഹനം പോലും ഇവർ ഇവിടെ കടത്തിവിട്ടിട്ടില്ല എന്നുള്ളതാണ്. വനിതകൾ, സ്ത്രീകളടക്കം റോഡിലേക്ക് ഇറങ്ങി വലിയൊരു പ്രതിഷേധമായിരുന്നു നമ്മൾ അല്പസമയം മുമ്പ് വരെ കണ്ടത്. ഏതാണ്ട് 5ഓളം പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തി ഇവിടെ ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും പിന്നീട് ഈ സമരാനുകൂലികൾ പോലീസുമായും വാക്കേറ്റത്തിലേക്ക് ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. ആറ്റിങ്ങൽ DYSP വരെ സ്ഥലത്തേക്ക് എത്തിയാണ് ആദ്യഘട്ടത്തിൽ ഒക്കെ ഈ ഗതാഗതം നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലും വാഹനങ്ങൾ കടത്തിവിടില്ല എന്നൊരു നിലപാടിലേക്ക് സമരക്കാർ ഉറച്ചു നിന്നതോടുകൂടി വലിയൊരു ഗതാഗത സ്തംഭനമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. പലരും ഈ ഒരു ഹർത്താലിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായി എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് കഴക്കൂട്ടം വരെ, ഞാൻ നിൽക്കുന്ന പള്ളിപ്പുറം മുതൽ കഴക്കൂട്ടം വരെയും വലിയ ഗതാഗത തടസ്സമാണ് ഉണ്ടായിട്ടുള്ളത്. 3 മണിക്കൂർ മാത്രമല്ല, എതിർവശം ഇവിടെ നിന്നും പള്ളിപ്പുറം മുതൽ ആറ്റിങ്ങൽ ഭാഗത്ത് വരെയും വലിയൊരു ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഈ ഗതാഗത കുരുക്കിൽ കടന്നവരിൽ ഏറ്റവും അധികം ഇന്ന് ഈ നഗരൂർ ഭാഗത്ത് അല്ലെങ്കിൽ അതുപോലുള്ള സെന്ററുകളിൽ NEET എക്സാം, NIT എക്സാം എഴുതാൻ പോകേണ്ട, എൻട്രൻസ് എക്സാം എഴുതാൻ പോകേണ്ട വിദ്യാർത്ഥികളാണ്. അവർക്ക് 9 മണിക്കായിരുന്നു ഇത്തരത്തിൽ സെന്ററുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. പക്ഷേ 10 മണിവരെ ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇവിടെ നടു റോഡിൽ തന്നെ കിടന്നു എന്നുള്ളതാണ്. നല്ല ചൂടായിരുന്നു. പലർക്കും കനത്ത ചൂടിൽ വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ട് എത്ര നേരം അവിടെ കാത്തു കിടക്കുമെന്നുള്ള പ്രശ്നമായി കിടക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത്, ഇപ്പോൾ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് നിലനിൽക്കുന്ന കണ്ണൂരിലാണ്. അവിടെയും നേരത്തെ വലിയ സമരങ്ങൾ കണ്ടതാണ്. ഒരു ഹർത്താൽ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയും. സ്മൃതി, കണ്ണൂരിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. വാഹനങ്ങളൊക്കെ സുഗമമായി തന്നെ സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങൾ തുറന്നു കിടക്കുന്നു. നേരത്തെ അതായത് അല്പസമയം മുൻപ് ഏതാണ്ട് 8 മണി സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. വലിയ പ്രതിഷേധം അത് ഈ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സമരാനുകൂലികൾ ബസ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലാണ്. നമുക്കറിയാം, കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ്. അവിടെ ഏതാണ്ട് 15 മിനിറ്റോളം നേരം ഈ രീതിയിൽ ഗതാഗതം സ്തംഭിച്ചു. സമരാനുകൂലികൾ ആദ്യം KSRTC ബസ്സാണ് തടഞ്ഞത്. അതിന് പിന്നാലെ വാഹനങ്ങൾ നിരനിരയായി അവിടെ കുടുങ്ങിക്കിടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പോലീസ് എത്തിയാണ് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. നഗരത്തിൽ നിലവിൽ ആ രീതിയിൽ ഹർത്താൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അതായത് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ വാഹനങ്ങളും KSRTC ബസ്സുകളും ഒക്കെ തന്നെ